ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ മാസം ലോഞ്ചായ ഓപ്പോ റെനോ 3 പ്രോയുടെ സ്പെക്കും കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു അല്പം ഹൈ ബഡ്ജറ്റ് മൊബൈൽ തന്നെയാണ്. സോ അതിൻ്റേതായ രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മാർച്ച് 2-നാണ് ഓപ്പോ റെനോ 3 പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. നല്ലൊരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമായിട്ടാണ് മൊബൈൽ പുറത്തിറക്കിയിരിക്കുന്നത്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ 6.14 ഇഞ്ചസ് ഫുൾ HD E3 സൂപ്പർ ആംലോയിഡ് പഞ്ച് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു സൈസ് ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലായാലും ഗൊറില്ല ഗ്ലാസ് വേർഷൻ 5 പ്രൊട്ടക്ഷനാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇത് നല്ലൊരു ഗ്ലാസ് തന്നെയാണ്. സ്ക്രാച്ച് അത്തരം കാര്യങ്ങൾ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. E3 സൂപ്പർ ആംലോയിഡ് ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുന്നതിനാൽ സൺലൈറ്റ് ഉള്ള ടൈമിൽ മൊബൈൽ ഡിസ്പ്ലേ നല്ലപോലെ ബ്രൈറ്റായിട്ട് തന്നെ കാണാം എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ക്യാമറയിലേക്ക് നോക്കിയാൽ ഓപ്പോ റെനോ 3 പ്രോയിൽ 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 13 MB ടെലിഫോട്ടോ ലെൻസും 64 MB പ്രൈമറി ലെൻസും അതായത് മെയിൻ ക്യാമറയും 2 MB മോണോ ലെൻസും ദെൻ 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് നൽകിയിരിക്കുന്നത്. ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സോ ഇതേ ക്യാമറ യൂസ് ചെയ്ത് തന്നെ നല്ല രീതിയിലുള്ള വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. അത്ര ഷേക്ക് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ദെൻ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ 44 MB ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 2 MB ഡെപ്ത് ലെൻസും ദെൻ 44 MB അൾട്രാ ക്ലിയർ ക്യാമറയുമാണ്. ഡ്യുവൽ ലെൻസ് ബോക്ക് എഫക്റ്റും ദെൻ അൾട്രാ നൈറ്റ് സെൽഫി മോഡും സെറ്റപ്പുമാണ് നൽകിയിട്ടുണ്ട്. പ്രോസസ്സർ ഓപ്പോ റെനോ 3 പ്രോയിൽ MediaTek Helio P95 എന്നൊരു നല്ലൊരു ഹാർഡ്വെയർ ചിപ്സെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ചിപ്സെറ്റ് തന്നെയാണിത്. സോ ഗെയിം കളിക്കുന്നവർക്ക് ലാഗ് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു കുഴപ്പം ഉണ്ടാകില്ല. ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണിത്. 38% ടോപ്പ് ഹയർ ഫ്രെയിം റേറ്റ് സ്റ്റെബിലിറ്റി തന്നെ നൽകിയിട്ടുണ്ട്. ദെൻ 68% ടോപ്പ് ടച്ച് പെർഫോമൻസും നൽകിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റസ്റ്റ് വെർഷനായ ആൻഡ്രോയിഡ് V10 തന്നെയാണ് കമ്പനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പോയുടെ തന്നെ സോഫ്റ്റ്വെയറായ കളർ OS 7 തന്നെയാണ് റൺ ചെയ്യുന്നത്. ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് നോക്കിയാൽ 4025 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് തന്നെയാണ്. 4.0 ഫ്ലാഷ് ചാർജറാണ് നൽകിയിട്ടുള്ളത്. 56 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആകുമെന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നു. വയർലെസ് ചാർജിങ് സപ്പോർട്ടല്ല. ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നൽകിയിരിക്കുന്നത്. 0.34 സെക്കൻഡിൽ ഇൻസ്റ്റൻ്റായി അൺലോക്ക് ആവും. നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള സെൻസർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള മൊബൈൽ തന്നെയാണിത്. 6, 8 എന്നിങ്ങനെ 2 ടൈപ്പ് GB വേരിയൻറ്റിൽ 128, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൾട്ടി യൂസർ മോഡ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ പോയി ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. മെമ്മറി കാർഡ് സപ്പോർട്ടല്ല. C ടൈപ്പ് USB OTG കേബിളാണ് നൽകിയിരിക്കുന്നത്. 3 കളർ വേരിയൻറ്റിലാണ് ഈ മൊബൈൽ അവൈലബിൾ ആയിട്ടുള്ളത്. മിഡ്നൈറ്റ് ബ്ലാക്ക്, സ്കൈ വൈറ്റ്, ഔറ ബ്ലൂ എന്നിങ്ങനെ. നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ബഡ്ജറ്റ് അല്പം കൂടുതലാണോ എന്നൊരു തോന്നൽ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറിച്ചാനും ഡിസ്ലൈക്ക് ചെയ്യാനും പഠിക്കരുത്. ഇതുപോലുള്ള മൊബൈൽ ഷോർട്ട് ടൈം റിവ്യൂ വീഡിയോ കാണുന്നതിനായി ബ്രദേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ഐക്കൺ ഉടൻ തന്നെ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.